ബിഗ് ബോസ് മലയാളം സീസൺ 7 8-ാം ദിവസം ബിഗ് ബോസ് വീട്ടിൽ ഗംഭീര വഴക്ക് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട എല്ലാ സംഭവങ്ങളും ഒറ്റ വഴക്കിൻ്റെ ഭാഗമായി മാത്രമല്ല ഉണ്ടാകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം വീട്ടിൽ നിലവിൽ നടന്നിരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിലെ ഈ ആഴ്ചയിലെ ആദ്യ പണിപ്പുര ടാസ്കിന് പണിപ്പുരയിൽ കയറാനായി ഓരോ മത്സരാർത്ഥികളും അവരുടെ പെർഫോമൻസ് അനുസരിച്ച് റാങ്കിംഗ് അനുസരിച്ച് 1 മുതൽ 19 വരെയുള്ള സ്ഥാനങ്ങളിൽ ഐക്യകണ്ഠേന തീരുമാനിച്ച് ഇരിക്കേണ്ടതുണ്ട്. ഇതിൽ അനീഷ് താൻ 1-ാം സ്ഥാനത്തിന് അർഹനാണ്, തനിക്ക് 1-ാം സ്ഥാനം വേണമെന്ന് പറഞ്ഞ് തുടർച്ചയായി ബഹളമുണ്ടാക്കുന്നു. 1 മണിക്കൂർ നേരത്തിനുള്ളിലാണ് ഇവർ ഈ തീരുമാനമെടുക്കേണ്ടത്. ഈ 1 മണിക്കൂറും അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നു. മറ്റാരെയും 1-ാം സ്ഥാനത്തിന് സമ്മതിക്കുന്നില്ല. ഇതേ തുടർന്ന് മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മത്സരാർത്ഥികൾ പരസ്പരം ശക്തമായ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. അനീഷിനെ ഒഴിവാക്കി ബാക്കിയുള്ളവർ തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്നു. ബിഗ് ബോസ് എല്ലാവരും ഒരുമിച്ച് ഏകകണ്ഠമായി തന്നെ തീരുമാനമെടുക്കണമെന്ന് പറയുന്നു. ഒരു സാഹചര്യത്തിൽ അനീഷിനെ 1-ാം സ്ഥാനമായി വിടാമെന്നാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചാൻസ് കിട്ടുമല്ലോ എന്ന് പറയുന്നു. എന്നാൽ അത് ചിലർ അനുസരിക്കുന്നില്ല. അങ്ങനെ വീണ്ടും കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഭക്ഷണം കഴിച്ച് താമസിക്കാം, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ഏതായാലും ബിഗ് ബോസ് വസ്ത്രം തരുന്നുണ്ട്, ആ വസ്ത്രം കൊണ്ട് നമുക്ക് ജീവിക്കാം, അതുകൊണ്ട് ഏതായാലും 1-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള അനീഷിൻ്റെ ഈ ആവശ്യത്തിന് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അനീഷിൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ മത്സരാർത്ഥികൾ പിന്നീട് ആ റാങ്കിംഗ് ടാസ്ക് ഉപേക്ഷിച്ചു. ബിഗ് ബോസ് ആ 1 മണിക്കൂർ സമയം പൂർണ്ണമായി നൽകി. അതിനുള്ളിൽ റാങ്കിംഗ് അനുസരിച്ച് മത്സരാർത്ഥികൾ ഇരിക്കാത്തതെ തുടർന്ന് ഈ ചലഞ്ചിൽ മത്സരാർത്ഥികൾ തോറ്റതായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ഈ ആഴ്ചത്തെ ആദ്യത്തെ പണിപ്പുര ടാസ്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികളെ വീട്ടിലേക്ക് പിരിച്ചുവിടുന്നു. ഈ സമയത്ത് മത്സരാർത്ഥികൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 1-ാം സ്ഥാനം അനീഷിന് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അവസരം ഉപയോഗിക്കാമെന്ന് ചിലർ പറയുന്നു. അനീഷിന് അങ്ങനെ അവസരം കൊടുത്തത് ശരിയായില്ല എന്ന് ചിലർ പറയുന്നു. അങ്ങനെ വീട്ടിലുള്ള മത്സരാർത്ഥികൾ പല തട്ടിലായി അവർക്കിടയിൽ പല തരത്തിലുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബിഗ് ബോസ് ഷോ നിർത്തിവെക്കുന്ന സംഭവം ഇനി മറ്റെന്തിൻ്റെയോ ഭാഗമായിട്ടാണ് വീട്ടിൽ വരാനിരിക്കുന്നത്. ഒന്നുകിൽ അത് അടുത്ത ടാസ്കിലായിരിക്കാം, അല്ലെങ്കിൽ ഇതേ തുടർന്നുണ്ടാകുന്ന വീട്ടിലുണ്ടാകുന്ന മറ്റ് സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 8-ാം ദിവസം തിങ്കളാഴ്ച ലൈവിൽ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ്. പ്രൊമോയിൽ കാണിച്ച ബിഗ് ബോസ് നിർത്തിവെക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് എപ്പോഴാണ് എത്തുന്നത് എന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ.